CBSE +2 പരീക്ഷാഫലം ഇക്കുറി പ്രസിദ്ധീകരിച്ചതിന് ശേഷം രാജ്യത്തെ 17 ലക്ഷത്തോളം കുട്ടികളുടെ കണ്ണീര് വീണത് എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ചയാകാതെ പോയി? ഏകദേശം 2 ലക്ഷത്തിനടുപ്പിച്ച് കുട്ടികൾ കേരളത്തിൽ നിന്നും ഇത്തവണ CBSE +2 പരീക്ഷ എഴുതിയവരാണ്. പരീക്ഷയ്ക്ക് ഇക്കുറി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പുതിയ വാല്യൂഷൻ സംവിധാനം ഏർപ്പെടുത്തി. ഓൺ സ്ക്രീൻ മോണിറ്ററിംഗ് സംവിധാനം എന്ന നിലയ്ക്ക് പരീക്ഷാ പേപ്പറുകൾ സ്കാൻ ചെയ്ത് അവ PDF ആക്കി സിസ്റ്റത്തിൽ വെച്ച് നോക്കുന്ന പുതിയ സംവിധാനം. യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അല്ലെങ്കിൽ പൈലറ്റായി പോലും ഒരു സംസ്ഥാനത്തിൽ നടപ്പിലാക്കി നോക്കാതെ രാജ്യത്താകമാനം ഒന്നടങ്കം പുതിയ പരീക്ഷാ വാല്യൂഷൻ ആക്കിയത് ഈ നാട്ടിലെ CBSE പരീക്ഷ എഴുതിയ +2 കുട്ടികൾക്കുണ്ടാക്കിയിരിക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. പലയിടങ്ങളിൽ നിന്ന് പല പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സാധാരണഗതിയിൽ CBSE പരീക്ഷയാകട്ടെ, SSLC പരീക്ഷയാകട്ടെ, +2 പരീക്ഷകൾ ഏതുമാകട്ടെ, വിജയ ശതമാനം ഉയർന്നുയർന്ന് വരികയാണ് പതിവ്. എന്നാൽ പുതിയ സംവിധാനത്തിലെ വാല്യൂഷൻ പൂർത്തീകരിച്ചപ്പോൾ കഴിഞ്ഞ തവണ 87% വിജയമുണ്ടായിരുന്ന CBSE പരീക്ഷാഫലം ഒറ്റയടിക്ക് 85% കൂപ്പുകുത്തുന്ന സാഹചര്യവുമുണ്ടായി. അതും പോരാഞ്ഞിട്ട് ഇക്കഴിഞ്ഞ മോഡൽ പരീക്ഷകളിൽ 99% മാർക്കുകൾ നേടിയ കുട്ടികൾക്ക് ഒറ്റയടിക്ക് പല വിഷയങ്ങളിലും 10% മാർക്കിടിവുണ്ടായതും പല കുട്ടികളെയും വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി എന്ന് രക്ഷകർത്താക്കൾ ആശങ്കയോടെ പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് മിടുക്കനാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി നടന്ന വിദ്യാഭ്യാസ രംഗത്തെ 2 പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ലേ. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എത്രയോ ലക്ഷം കുഞ്ഞുങ്ങൾ വർഷങ്ങൾ മാറ്റിവെച്ചുള്ള പഠനത്തിന് ശേഷം കോച്ചിങ് സെന്ററുകളിലെ വലിയ ഫീസുകൾ കൊടുത്തും അല്ലാതെയും ഒക്കെ പരീക്ഷ എഴുതി കാത്തിരുന്ന കുഞ്ഞുങ്ങൾ ആ നീറ്റ് പരീക്ഷ ക്യാൻസൽ ആക്കിയിരിക്കുന്നു. കാരണം നീറ്റ് പേപ്പർ ചോർന്നു അത്രേ. ഇതിനു മുമ്പ് ഇതേ സംഭവങ്ങളുണ്ടായി. ഇത് മാത്രമല്ല, ഇന്നലെ CBSEയുടെ 12ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. പുതിയ തരം പേപ്പർ വാലുവേഷൻ ആയിരുന്നല്ലോ. കമ്പ്യൂട്ടറാണ് പേപ്പർ നോക്കുന്നത്. അതായത് ടീച്ചേഴ്സ് തന്നെ, എന്നാൽ കമ്പ്യൂട്ടറിലൂടെ പേപ്പർ നോക്കിയ ആദ്യത്തെ വാലുവേഷൻ റിസൾട്ട് വളരെ പരിതാപകരമാണ്. പല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെയും റിസൾട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയുകയാണ്. ഈ 12ാം ക്ലാസ്സിലെ മാർക്കാണ് അവരുടെ ഹയർ സ്റ്റഡീസിനെ തീരുമാനിക്കുന്നത്. CBSE കുട്ടികൾ മാത്രമല്ല നാട്ടിലുള്ളത്. സ്റ്റേറ്റ് സിലബസിലും ICSEയിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരോടാണ് ഈ CBSE കുട്ടികൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഈ കോമ്പറ്റീഷനിൽ തീർച്ചയായും ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ പുറകോട്ടല്ലേ പോകുകയുള്ളൂ. ഹയർ സ്റ്റഡീസിന് അവരെ അത് ബാധിക്കില്ലേ? പക്ഷെ ഇതൊന്നും ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്കോ ഒരു വിഷയമേ അല്ല. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, ഹിന്ദി ചാനലുകൾ, ഹിന്ദി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ പ്രബുദ്ധരായ 100% ലിറ്ററസി എന്ന് എപ്പോഴും പറയുന്ന മലയാളിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഏതൊക്കെയോ സ്ത്രീകളുടെ സബ്സ്ക്രിപ്ഷനുമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുടെ ഭാവിയല്ല. 12ാം ക്ലാസ്സിന്റെ ഇത്തരം ഒരു റിസൾട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആർക്കും. അതെ, ആ രക്ഷിതാവ് ചോദിക്കും പോലെ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് വാർത്തയല്ല? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകൾ, അത് മതസംഘടനകളുടെ നേതൃത്വത്തിലുള്ളവയുണ്ട്, അവ സ്വകാര്യ മുതലാളിമാരുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. അവർ ഈ പുതിയ വിജയ ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ പല സ്കൂളുകൾക്കും 100% വിജയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ചാനലുകളുടെയൊക്കെ സഹായത്തോടുകൂടി CBSE പരീക്ഷയിലെ ഈ വലിയ അപാകത പുറം ലോകം അറിയിക്കാതെ മുക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പുതിയ പരീക്ഷാ വാല്യൂഷൻ സംവിധാനം പ്രകാരം 99% മാർക്ക് നേടിയ കുട്ടികൾക്ക് 10% മാർക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഏറ്റവും ആവറേജായ കുട്ടികളെ വരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും മിടുക്കരായി പഠിക്കുന്ന കുട്ടികൾക്ക് 10% കുറവായിട്ടുണ്ടെങ്കിൽ കേവലം ആവറേജ് കുട്ടികളിൽ പലരും ഈ പരീക്ഷയിൽ പല വിഷയങ്ങളും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതാണ് വിജയ ശതമാനം ഒറ്റയടിക്ക് 3% കുറയാൻ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. 87 നിന്ന് 84% വിജയ ശതമാനം കുറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 100 പേർ പരീക്ഷ എഴുതിയതിൽ 84 പേർ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 16 പേർ തോറ്റതായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പല വിഷയങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ നോക്കുമ്പോൾ 17 ലക്ഷത്തിൽ എത്ര ലക്ഷത്തോളം കുട്ടികൾക്ക് പരാജയം നേരിടേണ്ടി വന്നു?
അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താനോ അതിനെ സംബന്ധിച്ചുള്ള ആകുലതകൾ പരിഹരിക്കാനോ ഇവിടെ ഒരു സംവിധാനവും തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ ഉൾപ്പെടെ ഭീമമായ ഫീസ് അടച്ച് പഠിപ്പിച്ച പല കുട്ടികൾക്കും പുതിയ സംവിധാന പ്രകാരമുള്ള മാർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഉന്നത പഠനത്തിന് പോകേണ്ട പല കുട്ടികൾക്കും 90%, 80% മാർക്ക് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് 70%-ലേക്കൊക്കെ കൂപ്പുകുത്തിയ സാഹചര്യമുണ്ടെന്ന് പലരും പരാതിപ്പെടുന്നുണ്ട്. അതിലൊരു ആവലാതിയാണ് നിങ്ങൾ കേട്ടത്. നേരത്തെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് പോലെ തന്നെ രാജ്യത്ത് നടത്തിയ CBSE പരീക്ഷ അത് കേരളത്തിൽ ഉൾപ്പെടെ സ്വകാര്യ സ്കൂളുകളുടെ റിസൾട്ടുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന പല കുട്ടികൾക്കും അവരുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുയർന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പലരും റീവാല്യൂഷൻ കൊടുത്ത് വീണ്ടും മാർക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പുതിയ വാല്യൂഷൻ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പ്രായോഗിക പഠനങ്ങൾ നടത്താതെ കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ട് യാതൊരു ബോധവുമില്ലാതെ നടപ്പിലാക്കിയ ഈ ഒരു പുതിയ രീതി അതുണ്ടാക്കിയിരിക്കുന്ന മാനസികാഘാതത്തിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കാൻ രക്ഷിതാക്കൾക്ക് വലിയ തോതിൽ പണിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ചില കുട്ടികൾ കേരളത്തിൽ പോലും ആത്മഹത്യ ചെയ്തതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തത് കൊണ്ട് തിരുവനന്തപുരത്തെ വർക്കലയിൽ പോലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിച്ച വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ച നിരുത്തരവാദപരമായിട്ടുള്ള സംഭവവികാസം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പണമുള്ള സ്വകാര്യ സ്കൂളുകൾക്ക് അടുത്ത വർഷത്തെ അവരുടെ അഡ്മിഷൻ കച്ചവടത്തെ ബാധിക്കാതെ അവർ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.